കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രൂത്തിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്നുത്തരം പറഞ്ഞു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇത് ബോവാസ് രൂത്തിനോട് പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ഈ രൂത്താണെങ്കിൽ ഒരു മോവാബിയ ഒരു സ്ത്രീയാണ്. അവിടെ നിന്ന് അവൾക്കാണെങ്കിൽ അവളെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു, തൻ്റെ അനുജനെ നഷ്ടപ്പെട്ടു, അമ്മാവിയപ്പനെ നഷ്ടപ്പെട്ടു. അങ്ങനെ നഹോമിയുമായിട്ട് ഇരിക്കുമ്പോൾ നഹോമി തൻ്റെ മരുമക്കളോട് തന്നെ വിട്ട് പിരിഞ്ഞു പോകുവാൻ പറഞ്ഞപ്പോൾ ഈ രൂത്ത് പോയില്ല. രൂത്ത് പറഞ്ഞ ഒരു വാക്യമുണ്ട്, 1-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നാം അത് കാണുന്നു. അത് ഇങ്ങനെയാണ്: നിന്നെ വിട്ടുപിരിവാനും നിൻ്റെ കൂടെ വരാതെ മടങ്ങിപ്പോവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്തേക്ക് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിൻ്റെ ജനം എൻ്റെ ജനം, നിൻ്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കാണുന്നു നിൻ്റെ ദൈവം എൻ്റെ ദൈവം എന്ന്. അപ്പോൾ ആ ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ഒരു പൂർണ്ണ ആശ്രയം. നഹോമി അത് അന്യസ്ത്രീ, മോവാബിയ സ്ത്രീ ആയിരുന്നിട്ടും രൂത്തിനോട് കർത്താവിനെക്കുറിച്ചും ആ ഇസ്രയേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പറയുകയാണ് നിൻ്റെ ദൈവം എൻ്റെ ദൈവം എന്ന്. അങ്ങനെ ആശ്രയിച്ച് അമ്മാവിയമ്മയോടുകൂടെ അമ്മാവിയമ്മയുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അവിടെ തൻ്റെ ഉപജീവനത്തിനിടയിൽ നിത്യവൃത്തി കഴിക്കുവാനായി ബോവാസിൻ്റെ വയലിൽ പോയ ആ രൂത്തിനെ കുറിച്ച് ബോവാസ് അന്വേഷിക്കുകയാണ്. അന്വേഷിച്ചിട്ട് പറയുകയാണ്, ഇവിടെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചിരിക്കുന്ന വന്ന് നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഏത് സാഹചര്യത്തിലും നാം അന്യദൈവന്മാരെ അന്വേഷിച്ച് നടക്കാതെ ആ ഒരു കർത്താവായ ദൈവത്തെ നാം അന്വേഷിച്ച് വരുമ്പോൾ ആ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ് നമ്മുടെയും ദൈവം. ആ ഒരു ദൈവത്തെ നാം അന്വേഷിച്ച് വരുമ്പോൾ നമ്മുടെ സങ്കടങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം മനസ്സിലൊതുക്കിയിട്ട് ദൈവം തന്നെ മതിയെന്ന് നാം ഇരിക്കുകയാണെങ്കിൽ അവൻ്റെ ചിറകിൻ കീഴിൽ നമുക്ക് ശരണം പ്രാപിക്കുവാൻ സാധിക്കും. എന്നാണെങ്കിലും നമുക്ക് ക്രൂശിൻ്റെ നിഴൽ, ക്രൂശിൻ്റെ മറവ് നമുക്ക് ഏറ്റവും പ്രതിഫലം തരുന്ന ഒന്നാണ്. പ്രിയ ദൈവപൈതലേ, ഞാൻ സുഖമില്ലാതിരിക്കുമ്പോൾ ഞാൻ ആ ഈ നിഴലിൽ അനുദിനം അടിയാൾ എന്ന് പറഞ്ഞാൽ ആ ഒരു പാട്ടിനെ ഞാൻ പാടാറുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഏത് സാഹചര്യത്തിലും ആ ഒരു നിഴലിൻ കീഴ് വരുമ്പോൾ അതൊരു ഏത് ജാതിയെന്നോ അല്ലെങ്കിൽ ഏത് മതത്തിലുള്ളവരെന്നോ അല്ലെങ്കിൽ പണമുള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ തള്ളപ്പെട്ടവരെന്നോ അങ്ങനെ ഒന്നും നോക്കാതെ ആ ഒരു കർത്താവിന് അടുത്തേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് പൂർണ്ണ ആശ്രയം കൊടുക്കുമെന്ന് ഈ വചന മുഖാന്തരം നമുക്ക് മനസ്സിലാക്കാം. ആയതുകൊണ്ട് പ്രിയ ദൈവപൈതലേ, നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നാലും നിങ്ങൾ വീട്ടിലിരുന്ന് കണ്ണുനീരൊഴുക്കി ഇരിക്കാതെ ഈ രൂത്ത് ഇറങ്ങി പുറപ്പെട്ടതുപോലെ നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ ആ ഒരു ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നാം ഇരിക്കുകയാണെങ്കിൽ കർത്താവ് നിർബന്ധമായിട്ടും നമുക്കൊരു മറുപടി തരും. ഒരുപക്ഷെ നിങ്ങൾ വെളിയിൽ ആരോടും നിങ്ങളുടെ പ്രയാസങ്ങൾ പറയാതെ റൂമിനകത്തിരുന്നു കൊണ്ടായിരിക്കാം നിങ്ങൾ കരയുന്നത്. പക്ഷേ അത് നിങ്ങൾ ആരായാലും, യേശുവിനെ അറിയാത്ത ഒരാളായാലും യേശുവെ അങ്ങനെ സഹായിക്കണമെന്ന് പറഞ്ഞ് വിളിച്ച് കരയുമ്പോൾ നമുക്ക് പ്രതിഫലവുമായി അല്ലെങ്കിൽ നമുക്ക് ആശ്രയവുമായി വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയ ദൈവമക്കളെ, അത് ആ ഒരു ആശ്രയം എന്ന് പറയുന്നത് കോഴി തൻ്റെ ചിറകിൻ്റെ അടിയിൽ തൻ്റെ കുഞ്ഞുങ്ങളെ മറച്ചതുപോലെ, പിന്നെ കഴുകൻ തൻ്റെ തോളിന്മേൽ തൻ്റെ കുഞ്ഞുങ്ങളെ വഹിക്കുന്നത് പോലെ ഒരു പ്രത്യേക ഒരു കരുതലായിരിക്കും. അങ്ങനെ ഒരു കരുതൽ നിങ്ങൾക്ക് കിട്ടുവാൻ ഈ ഒരു രൂത്തിനെ പോലെ ഒരു മടങ്ങി വരവ് ദൈവസന്നിധിയിലേക്ക് നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ഈ സമയത്ത് ദൈവസന്നിധിയിലേക്ക് വന്ന് ദൈവത്തോട് നമുക്ക് യാചിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന അങ്ങയുടെ മക്കൾ കർത്താവേ, ഏതവസ്ഥയിൽ എവിടെ ഇരിക്കുന്നത് എങ്ങനെ ഇരിക്കുന്നതെന്നും അടിയാൾക്കറിയത്തില്ലെങ്കിലും അങ്ങ് ഉള്ളതിനെ ഉള്ളതുപോലെ അറിയുന്ന എൻ്റെ ദൈവം ഇവരുടെ കണ്ണുനീരുകളെ തുടയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രൂത്തിന് ബോവാസ് മുഖാന്തരം ഒരു ചിറകിൻ കീഴിൽ കർത്താവേ ഒരു മറവിടം അങ്ങ് ഒരു ആശ്രയം കൊടുത്തതുപോലെ ആശ്രയമറ്റിരിക്കുന്ന ഇവർക്ക് കർത്താവേ
വിളിച്ചെങ്കിലും ഒരു ആശ്രയം കിട്ടുവാൻ എൻ്റെ ദൈവം കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നടത്തി കർത്താവ് ഇവരെ അങ്ങയുടെ രാജ്യത്തിൽ വരുവോളം കരുതണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ കർത്താവരുടെ കണ്ണുനീരിന് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ കർത്താവ് ഒരു മാറ്റം കണ്ടെത്തുവാനും അങ്ങയിൽ തന്നെ പൂർണ്ണ ആശ്രയം വെപ്പാനും അവരുടെ വിശ്വാസം വളരുവാനും എൻ്റെ ദൈവം കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.